ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സിന്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാര്യങ്ങളാണ് നമ്മളിവിടെ പൂജണേ. വേറെ ഒന്നല്ല, ഇന്ന് ജിക്കുന്റെ മെസ് ആയതുകൊണ്ട് തന്നെ ജിക്കുയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഇന്നുണ്ടാക്കണത്. ഞാൻ അറിയാലോ, കമ്പനിന്ന് ഒന്നാം ചായ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചായ നമ്മുടെ അനന്തോന്റെ വകയാണ്. പ്രാവശ്യം ഞങ്ങൾ വീണ്ടും ഒരു നോസ്റ്റ് പിടിച്ചുവിട്ടാ. വേറെ ഒന്നല്ല, നമ്മുടെ കഞ്ഞിയും പയറും. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിച്ചാക്ക് പൊളിക്കലാണ്. അരിച്ചാക്ക് പൊളിക്കലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടാസ്ക് തന്നെയാണ്. തല ഏതാ വാല ഏതാന്ന് മനസ്സിലാവില്ലേ. അരിയിട്ട പാത്രം മാറ്റി വെച്ച് വേറെ പാത്രം തുറന്നപ്പോഴാണ് കാണുന്നത്. എന്റെ പൊന്നെ, എന്തോരം കാല. ഈ കാല് വേറെ ആരുമല്ലേട്ടാ, ഈ കോട്ടുമായിട്ടിരിക്കണ നമ്മുടെ ആലമ്പാടിയാ. ആൾക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ മീൻകറി, ഇതൊക്കെയാണ് ആളുടെ സ്പെഷ്യലി. അങ്ങനെ അരി ചിക്കൻ കുക്കറിൽ ഇട്ടിട്ട് ഞാൻ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോ അതേ കിടക്കുന്ന ഒരാൾ മൊബൈലും തോണ്ടി. സാധനം വേറെ ഒന്നും അല്ലേട്ടാ, ഇതാണ് ഒരു ചെറിയ കഷ്ണം കേക്ക്. അങ്ങനെ കേക്കും കഴിച്ച് ഞാൻ അവിടെ കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ചിക്കൻ കിടക്കണ അവസ്ഥ കണ്ടില്ലേ. ഇമ്മാതിരി ആള് പൂശി വെച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ കറിയും കാര്യങ്ങളൊക്കെ ആയി. ഇനി കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയിലാണ്. കഞ്ഞാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടാറണ വരെ കുറച്ചേരം കാത്തു. ചോറിനാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് തന്നെയാട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചോറുണ്ടോണ പാത്രം ഉണ്ട്. അപ്പൊ അതിൽ വെച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം കഞ്ഞി കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലാണ്ട് വല്ല നിവൃത്തിയില്ല, കാരണം സംഭവം വെള്ളം ഒലിച്ചു പോവും. കഞ്ഞി പാത്രത്തിലാക്കിയത് കൊണ്ട് തന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പയറെടുത്തിടല. പയറിട്ട് കഞ്ഞിയും കൂടി മിക്സ് ചെയ്യണം. കഞ്ഞിയും പയറെന്ന് പറഞ്ഞാൽ പ്രത്യേക കോമ്പ് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുമാങ്ങ അച്ചാറാട്ടാ. അച്ചാർ കഞ്ഞിയുടെ കൂടെ കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തന്നെ ടേസ്റ്റാ. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാങ്ങ കൂടി ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങ. എന്റെ പൊന്നെ, എന്ത് ടേസ്റ്റ് എന്ന് പറയൂ. അങ്ങനെ ഒരു നോസ്റ്റാൾജിയ വൈബ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളിന്ന് പിടച്ചത്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടാ എന്തുട്ടാ ഐറ്റം. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ ചെന്നപ്പോഴേ അടുക്കളയിൽ നല്ല മണസ്റ്റാ. നോക്കിയപ്പോ ബംഗ്ലാദേശി ചിക്കൻ കറി അവിടെ തിളച്ച് മറിയാച്ച. അതിന്ന് ഒരു കഷ്ണം ചിക്കൻ എടുത്ത് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.